ഇന്ന് 5610 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 19 പേരാണ് മരണമടഞ്ഞത്. 67,795 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 5131 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 350 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 22 പേർ ആരോഗ്യപ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 91,931 സാമ്പിളുകൾ പരിശോധന നടത്തി. 6,653 പേരാണ് രോഗമുക്തരായത്. ഇപ്പോൾ ഫെബ്രുവരി 4 തീയതി 68,857 ആക്റ്റീവ് കേസുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. ഒരാഴ്ച മുൻപ് ജനുവരി 28-ന് 72,392 കേസുകളായിരുന്നു. അപ്പോൾ ഏകദേശം 5% കേസുകൾ ഒരാഴ്ച കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിൻ്റെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ മാസം 1 തീയതി കോവിഡ് ടെസ്റ്റിന് അയച്ച സാമ്പിളുകളുടെ എണ്ണം 33,579 ആയിരുന്നു. 2 തീയതി 52,940, 3-ന് 59,635, ഇന്നലെ 84,007. നേരത്തെ ഞാൻ പറഞ്ഞു ഇന്നത്തത് 91,931. അപ്പോൾ അത് വർദ്ധിച്ച് തന്നെ വന്നിട്ടുണ്ട്. കോവിഡിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനം ശക്തമായതിനാലാണ് രോഗം ഇനിയും ബാധിക്കാത്ത ആളുകൾ കേരളത്തിൽ ഇപ്പോഴുമുള്ളത്. മികച്ച ജാഗ്രതയാണ് നാം കാണിച്ചത്. അതുകൊണ്ടാണ് കേരളത്തിൽ രോഗം മന്ദഗതിയിൽ വ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗികളെ പരിപാലിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊരുക്കാനും മറ്റെവിടത്തേക്കാളും മരണനിരക്ക് കുറച്ച് നിർത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നില്ല. ഇത് കൂടുതൽ ഗൗരവത്തോടെ ഈ രംഗത്ത് ഇടപെടണമെന്ന സന്ദേശമാണ് നൽകുന്നത്. നിയന്ത്രണങ്ങളിൽ അയവുണ്ട്. പക്ഷേ ഈ അയവ് വന്നത് കോവിഡ് ഭീഷണി അകന്നു എന്നതിൻ്റെ സൂചനയല്ല. ശാരീരിക അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ, കൈകൾ ശുചിയാക്കൽ, ഇതുപോലുള്ള കോവിഡ് പ്രോട്ടോക്കോള് കൃത്യമായി പാലിച്ചു പോകാൻ കഴിയണം. മികച്ച ചികിത്സാ സൗകര്യങ്ങളും നമുക്കിവിടെ എല്ലാവർക്കും ലഭ്യമാക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പരിചരണവും വളരെ മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മരണനിരക്ക് വർദ്ധിക്കാതെ നിർത്താൻ നമുക്ക് കഴിഞ്ഞത്. പക്ഷേ ജാഗ്രതക്കുറവ്, അത് നേരിയ തോതിലായാൽ പോലും ഈ സ്ഥിതിഗതികൾ മാറ്റിയേക്കാം. അപ്പോൾ നാടിനെ ഗുരുതരമായൊരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ നല്ല ജാഗ്രത പാലിക്കുന്ന അവസ്ഥ, അതിനുള്ള നിർബന്ധ ബുദ്ധി നാം പ്രകടിപ്പിക്കുക തന്നെ വേണം.
ഇവിടുത്തെ കോവിഡ് വ്യാപനത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷത കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞിരുന്നു. അത് കുടുംബാംഗങ്ങൾക്കിടയിലാണ് രോഗം കൂടുതലായി പടരുന്നത്. ഇത് ഗൗരവത്തോടെ കാണണം. രോഗബാധിതനായ വ്യക്തി വീടിനകത്ത് റൂം ക്വാറൻറ്റൈൻ നിർബന്ധമായും പാലിക്കണം. ഇതിൽ വീഴ്ച പാടില്ല. അതിൽ വീഴ്ച സംഭവിച്ചാൽ മറ്റു കുടുംബാംഗങ്ങളിലേക്ക് രോഗം പകരും. അപ്പോൾ ക്വാറൻറ്റൈൻ ശാസ്ത്രീയമായി പരിപാലിക്കുക, അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാതിരിക്കുക, ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ അടച്ചു മൂടിയ വേണ്ടത്ര വായു സഞ്ചാരമില്ലാത്ത ഇടങ്ങളിൽ കോവിഡ് അതിവേഗതയിൽ പടരും. ഇപ്പോൾ വാഹനങ്ങൾ, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഇതൊക്കെ തന്നെ വീട് പോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ ജാഗ്രത ഇത്തരം സ്ഥലങ്ങളിലും കാണിക്കാനാവണം. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ മാസ്ക് ധരിക്കുക, അത് നിർബന്ധമാക്കണം. ഇപ്പം ചിലർ യാത്ര കഴിഞ്ഞ് മാസ്ക് അഴിച്ചു വെക്കുന്ന നിലയുണ്ട്. എന്നാൽ അവർ തനിച്ചല്ല, അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നുണ്ടോ. ഇപ്പോൾ ഓഫീസിലെത്തി മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നുണ്ട്. അപ്പോൾ മാസ്ക് ധരിക്കുക എന്നത് എല്ലാ ഘട്ടത്തിലും നിർബന്ധമാക്കണം. അങ്ങനെ വന്നാലാണ് രോഗവ്യാപനം തടയാനാവുക. അല്ലാത്ത സമീപനം രോഗവ്യാപനം ക്ഷണിച്ചു വരുത്തും എന്നത് നമ്മൾ കാണണം. സ്ഥാപനങ്ങൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുന്നുണ്ടോ എന്നത് പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള നടപടികൾ ശക്തമാക്കും. മറ്റൊരു പൊതുവെയുള്ള ധാരണ, കുട്ടികളെ കോവിഡ് മാരകമായി ബാധിക്കില്ല. അത് ഒരു തരത്തിൽ ശരിയാണ്. അങ്ങനെ പ്രായാധിക്യമുള്ളവരെ, മറ്റ് രോഗാവസ്ഥയുള്ളവരെ ബാധിക്കുന്നതുപോലെ കുട്ടികളെ കോവിഡ് ബാധിക്കാറില്ല. പക്ഷേ രോഗം വ്യാപകമായി പകരുമ്പോൾ അതിനാനുപാതികമായി കുട്ടികളിലും രോഗമെത്തും. അപ്പോൾ ആ രോഗം രൂക്ഷമാകുന്ന കേസുകൾ കുട്ടികളിലും സംഭവിക്കും. ഇത് നാം ജാഗ്രതയോടെ കാണണം. ഇത് മാത്രമല്ല, മറ്റൊരു പ്രവണത കാണുന്നത്, ഒരു തവണ കോവിഡ് വന്ന് മാറി അങ്ങനെയുള്ള കുട്ടികളിൽ ചിലരിൽ ചില രോഗലക്ഷണങ്ങൾ ദീർഘകാലമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുമായി പൊതുസ്ഥലത്ത് പോകൽ, രോഗം പകരാനിടയുള്ള സാഹചര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്, ഇതൊക്കെ ഒഴിവാക്കി തന്നെ വേണം. കുട്ടികൾക്ക് സ്വയം ജാഗ്രത കാണിക്കാനാവില്ല. മുതിർന്നവരുടെ അതീവ ശ്രദ്ധയാണ് കുട്ടികൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ വലയം തീർക്കേണ്ടത്. അപ്പോൾ മുതിർന്നവരിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാക്സിനേഷൻ്റെ കാര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ വാക്സിനേഷൻ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോടുകൂടി മറ്റ് മുൻനിര പ്രവർത്തകർക്കും വാക്സിനേഷൻ നൽകുന്നത് ആരംഭിക്കാൻ കഴിയും. അപ്പോൾ മറ്റ് മുൻനിര പ്രവർത്തകരുടെ വാക്സിനേഷൻ ഏതാനും ആഴ്ചകൾ കൊണ്ട് പൂർത്തീകരിക്കാനാകും.
അത് കഴിഞ്ഞ് പൊതുജനങ്ങളിടയിൽ വാക്സിനേഷൻ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, നമ്മുടെ സംസ്ഥാനം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. സർക്കാർ പൂർത്തിയാക്കിയ ഒട്ടേറെ പദ്ധതികളുടെ ഉദ്ഘാടനം ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. അതോടൊപ്പം ബജറ്റിലുള്ള നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പാക്കാനുള്ള നടപടികളും ഇത് വലിയ പ്രാധാന്യത്തോടെ പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചില പ്രഖ്യാപനങ്ങൾ ഇപ്പം തന്നെ ഉത്തരവായി കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ 1600 രൂപയായി വർദ്ധിപ്പിച്ച് ഉത്തരവിറങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുൻപേ വിതരണം ചെയ്ത് തീർക്കും. ഫലത്തിൽ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ മുൻകൂർ ലഭിക്കും. അംഗൻവാടി, പ്രീ പ്രൈമറി അധ്യാപകർ, പാചകത്തൊഴിലാളികൾ ഇവർക്കെല്ലാം പ്രഖ്യാപിച്ച ആനുകൂല്യ വർധനവ് നടപ്പാക്കാനുള്ള ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കോവിഡിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കുറവ് വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് തിരുവനന്തപുരം ടെക്നോ സിറ്റിയിലെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ക്യാമ്പസ്. വിജ്ഞാനാധിഷ്ഠിത സമൂഹത്തിലേക്കുള്ള കേരളത്തിൻ്റെ യാത്രയിലെ സുപ്രധാനമായ നാഴികക്കല്ലാണിത്. ടെക്നോ പാർക്കിൻ്റെ 4ാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള IT കെട്ടിട സമുച്ചയമാണ് പൂർത്തിയാക്കി ബിസിനസ് സംരംഭങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 1 കോടി ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിട സൗകര്യങ്ങൾ കേരളത്തിലെ IT പാർക്കുകളിൽ ഈ സർക്കാരിൻ്റെ കാലയളവിൽ ഒരുക്കിയിരിക്കുന്നു. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നാളെ നടക്കാൻ പോകുന്നത്. അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച 111 സ്കൂൾ കെട്ടിടങ്ങൾ നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ ഈ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾ കോവിഡ് മഹാമാരി കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരികെ എത്തുമ്പോൾ മികച്ച പഠന സാഹചര്യം ഉറപ്പാക്കാൻ എല്ലാ രീതിയിലും ഉപകരിക്കും. കഴിഞ്ഞ കുറേ ദിവസമായി സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള വിഭാഗങ്ങളുമായി സംവദിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി അക്കാദമിക് രംഗത്തെ പ്രമുഖ വ്യക്തികൾ, സാംസ്കാരിക പ്രവർത്തകർ, പ്രമുഖ വ്യവസായികൾ, വ്യാപാര സംഘടനകൾ, സ്റ്റാർട്ടപ്പ് സംരംഭകർ, ഇങ്ങനെ വിവിധ മേഖലയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ഭിന്നശേഷി ആളുകളുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച.
വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുമായും സംവദിച്ചു വരികയാണ്. അതിൻ്റെ ആദ്യഘട്ടം കൊച്ചിയിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ക്യാമ്പസിലാണ് വിദ്യാർത്ഥികളുമായി സംവദിച്ചുകൊണ്ട് തുടങ്ങിയത്. നാളെ കേരള സർവകലാശാലയിലാണ് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലുമുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരായാലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നവകേരളത്തിന് രൂപം നൽകാൻ വിവിധ മേഖലയിലുള്ളവരുടെ അഭിപ്രായം അറിയാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് ഇന്ന് പറയാനുള്ളത്. ചെത്തുകാരന്റെ മകൻ എന്തിനാണ് ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്ന തരത്തിലുള്ള പരാമർശം ഇതിനോടൊപ്പം തന്നെ CPM അടക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. CM അദ്ദേഹത്തിന്റെ വാക്കുകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ കാര്യമായി ഞാൻ കാണുന്നില്ല. ചെത്തുകാരൻ്റെ മകനാണ് ഞാൻ എന്നത് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ചെത്തുകാരനായിരുന്നു. അദ്ദേഹം ഏകദേശം ആരോഗ്യമുള്ളിടത്തോളം വരെ ചെത്തുകാരനായി തന്നെ ജീവിച്ചിരുന്നു. പിന്നെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിനും ചെത്തു തൊഴിൽ അറിയായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് ബേക്കറി ജോലിയിലേക്കാണ് മാറിയത്. അതായിരുന്നു എൻ്റെ കുടുംബ പശ്ചാത്തലം. അപ്പോൾ അത് അഭിമാനമുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിലൊരു കർഷക കുടുംബമാണ്. ഈ ചെത്തു തൊഴിലാളിയുടെ മകനായി എന്നത് ഏതെങ്കിലും തരത്തിലൊരു അവമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ സുധാകരൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കാൻ വന്ന കാലം തൊട്ട് എനിക്കറിയാവുന്നതാണ്. എന്നെ അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ചെത്തുകാരൻ്റെ മകൻ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിച്ചതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു ആക്ഷേപമായിട്ട് എങ്ങനെയാണ് വരിക? ഞാൻ ചെത്തുകാരൻ്റെ മകൻ തന്നെയാണല്ലോ, അതിൽ അഭിമാനം കൊള്ളുന്ന ആളുമാണല്ലോ. മറ്റേതെങ്കിലും ഒരു ദുർവൃത്തിയിലേർപ്പെട്ട ഒരാളുടെ മകനാണെന്ന് പറഞ്ഞാൽ അതിന് മകൻ ഉത്തരവാദിത്വം ഇല്ലെങ്കിലും അത് നമുക്കൊരു ജാള്യതയായിട്ട് വരും. അങ്ങനെ ഇതിലൊരു ജാള്യതയുടെ പ്രശ്നമില്ലല്ലോ. ഇത് തീർച്ചയായും അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഒരു തൊഴിലെടുത്ത് ജീവിച്ച ഒരു പിതാവിൻ്റെ മകനാണ് എന്നത്. അതിലൊരു തരത്തിലുള്ള അപമാനമോ ജാള്യതയോ എനിക്ക് തോന്നുന്നില്ല. CPM-ന്റെ എല്ലാ ഡിവൈഎഫ്ഐ വിഭാഗം വരെ ഇന്ന് കടുത്ത വിമർശനമാണ്. താങ്കൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയുമ്പോഴും അവരൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് കടുത്ത വിമർശനമാണ്. അത് പറഞ്ഞത് എന്ത് ഉദ്ദേശത്തിലാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ ഷാനിമോൾ ഉസ്മാനാണ് ആകെ പ്രശ്നങ്ങളാക്കിയത് എന്ന് സുധാകരൻ തന്നെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കാനിടയായത്? രമേശ് ചെന്നിത്തലക്ക് ആദ്യം അതിനെ തള്ളിപ്പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണെന്നുള്ളത്. ഞാൻ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വ്യക്തമാക്കിയത്. ചെത്തുകാരൻ്റെ മകനായതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപമാനബോധവും എനിക്കില്ല. അത് തികഞ്ഞ അഭിമാനത്തോടെ തന്നെ ഞാൻ കാണുകയാണ്. അതാണ് ഞാൻ വ്യക്തമാക്കിയത്. മറ്റൊരു കാര്യം. വ്യക്തമായില്ല. അല്ല, അതെന്നെക്കുറിച്ച് അറിയാവുന്നവർക്കല്ല അറിയാം എന്ത് ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന്. അത് സാധാരണ ആൾക്ക് അറിയാമല്ലോ. നമ്മൾ വിമാനത്ത് പോകാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ
വിമാനയാത്ര വലിയ ആഡംബര ജീവിതമല്ലേ. അപ്പോൾ അതൊന്നും ഒരു പ്രത്യേകമായിട്ട് ഉയർത്തുന്നൊരു കാര്യമല്ല. ഇന്നത്തെ കാലത്തിനനുസൃതമായൊരു വർത്തമാനമല്ല അതൊന്നും. എന്തോ ക്ലിയർ ആവുന്നില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം തന്നെ വേണമെന്ന് കെ.ടി. ജലീൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊരു അന്വേഷണം ഉണ്ടാവുക എന്താണ് താങ്കളുടെ അഭിപ്രായം? കേരളത്തിലെ പള്ളികളിൽ നിന്ന് നടക്കാൻ അത് സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു പൊതുവായ നിലപാട് ഈ പൊതുപിരിവ് നടത്തുന്നവരെല്ലാവരും അംഗീകരിച്ചു പോകണം. എന്തുദ്ദേശത്തിനാണോ പിരിവ് നടത്തുന്നത് ആ പിരിവ് സുതാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. ബഹുജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കുന്നതാണ്. അത് മറ്റേതെങ്കിലും തരത്തിൽ ദുർവ്യയം ചെയ്യാൻ പാടില്ല. എന്തുദ്ദേശത്തിനാണോ ആ ഉദ്ദേശത്തിന് അത് ചെലവഴിക്കണം. ചിലർ അങ്ങനെയല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്താറുണ്ട് എന്നുള്ളത് നേരത്തെയും ആക്ഷേപമായി വന്നിട്ടുണ്ട്. ചിലരുടെ കാര്യത്തിൽ ഒരേ ആക്ഷേപം തന്നെ ആവർത്തിച്ച് വരുന്നുമുണ്ട്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്കും അതറിയാം. അപ്പോൾ അത്തരം ആളുകൾ തങ്ങളുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൊതുവായി ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ മാനദണ്ഡമനുസരിച്ചല്ലാതെ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നാൽ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കേണ്ടതായിട്ട് വരും. ആ നിലപാടാണ് സർക്കാരിനുള്ളത്. ഈ ഹെലികോപ്റ്റർ വിവാദമായിട്ടുള്ളത്, ഈ ഹെലികോപ്റ്റർ സത്യത്തിൽ അത് വാങ്ങിയതിൻ്റെ ആ ഉദ്ദേശത്തിനനുസരിച്ച് അത് അതായത് സർക്കാർ ഇപ്പോൾ തന്നെ ഏതാണ്ട് 15 കോടിയിൽ പരം രൂപ ചെലവഴിക്കുന്നു എന്നാണ് ഇതുവരെ വാടക ഇനത്തിൽ മാത്രം. ആ ഉദ്ദേശ ലക്ഷ്യം അത് നിറവേറ്റിയിട്ടുണ്ടോ? ഉദ്ദേശത്തിൻ്റെ കാര്യങ്ങളിൽ ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് പോലീസാണ്. അവരാ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതവരുപയോഗിക്കും. അതിനകത്ത് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. നിയമനങ്ങളെ സംബന്ധിച്ച് വലിയ വിവാദം ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ യുവജന സംഘടന വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട്. CPM സംസ്ഥാന സമിതി അംഗമായ MP രാജേഷിന്റെ ഭാര്യയ്ക്ക് കാലടി സർവകലാശാലയിൽ ജോലി കിട്ടിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്ന പരാതി ഇന്റർവ്യൂ ബോർഡിലുള്ളവർ തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല CTET-ലടക്കം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നു. CPM-വുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ ജോലി സർവകലാശാലകളിൽ നൽകുന്നു. ഈ MP രാജേഷിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാടെന്താണ്? ഇതിൽ നിയമനങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ വലിയ തോതിൽ ഈ കഴിഞ്ഞ 4.25 വർഷവും മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വലിയ ഇടപെടലും മുന്നേറ്റവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സർക്കാർ നിയമനങ്ങളിൽ മാത്രമല്ല, മറ്റ് മേഖലകളിൽ കൂടി തൊഴിൽ നൽകാനും അങ്ങനെ അഭ്യസ്തവിദ്യരെ ചേർത്ത് നിർത്താനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി നിയമനങ്ങൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാനും അതുവഴി നിയമനം നടത്താനുമുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇക്കഴിഞ്ഞ ഡിസംബർ 31 വരെ, അതായത് 2020 ഡിസംബർ 31 വരെ 1,51,513 പേർക്ക് PSC വഴി നിയമനം അഡ്വൈസ് മെമ്മോ നൽകിയിട്ടുണ്ട്. അതിലൊരു കാര്യം കാണേണ്ടത്, അതിന് മുൻപുള്ള സർക്കാരിൻ്റെ കാലത്ത് അഡ്വൈസ് മെമ്മോ നൽകിയ 4031 KSRTC കണ്ടക്ടർമാരുണ്ടായിരുന്നു. അവരുടെ നിയമനം നടത്തിയതും ഈ കാലയളവിലാണ്. ഈ സർക്കാരാണ് നിയമനം നടത്തിയത്.
അപ്പോൾ അങ്ങനെ എടുത്താൽ ആകെ 1,55,544 പേർക്ക്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നിയമനം നൽകാത്ത KSRTC ഒഴിച്ചു നിർത്തിയാൽ 1,50,355 പേർക്ക്. ഇത്രയും ആളുകൾക്ക് PSC അഡ്വൈസ് മെമ്മോ നൽകി. അപ്പോൾ ഇത് PSC നിയമനത്തിൽ വലിയ മുന്നേറ്റമാണ് ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായത് എന്നാണ് കാണിക്കുന്നത്. നേരത്തെ, അതായത് പഴയ മുൻ സർക്കാരിൻ്റെ കാലത്ത് 3,113 റാങ്ക് ലിസ്റ്റുകളാണ് PSC പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഈ സർക്കാരിൻ്റെ കാലത്ത് PSC 4,012 റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. കോവിഡിൻ്റെ പശ്ചാത്തലമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് ദീർഘിപ്പിക്കുന്നതിന് PSCയോട് ശുപാർശയും ചെയ്തിട്ടുണ്ട്. LDC ലാസ്റ്റ് ഗ്രേഡ് 14 ജില്ലകളിലെയും സ്റ്റാഫ് നഴ്സ്, LD ഡ്രൈവർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ സപ്ലൈസിൽ സെയിൽസ് അസിസ്റ്റൻ്റ്, ഇങ്ങനെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് കാലാവധി ദീർഘിപ്പിക്കുന്നതിൽ ഉൾപ്പെടുന്നത്. സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയയ്ക്കും രൂപം നൽകിയിരുന്നു. PSC നേരിട്ട് അവരുടെ വീടുകളിൽ ചെന്ന് അപേക്ഷ സ്വീകരിച്ച് ഇൻ്റർവ്യൂ നടത്തി നിയമനം നടത്തുന്ന രീതി സ്വീകരിക്കുകയുണ്ടായി. പോലീസിലും എക്സൈസിലുമൊക്കെ ഇത്തരത്തിൽ പ്രത്യേക നിയമനങ്ങൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യം, പോലീസ്, വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളിൽ നിയമന കാര്യത്തിലും തസ്തിക സൃഷ്ടിക്കലിലും വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. 27,000 സ്ഥിരം തസ്തികകൾ ഈ സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട്. താൽക്കാലിക തസ്തികകൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഇത് 44,000 വരും. കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ തുടങ്ങിയ 52 സ്ഥാപനങ്ങളിൽ നിയമനം ഇതിനകം PSCക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള താൽക്കാലിക നിയമനങ്ങളിലും സർക്കാർ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. സർക്കാർ മേഖലയിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി 51,707 പേർക്ക് താൽക്കാലിക നിയമനം നൽകിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ മേഖലയിൽ മാത്രമല്ല, അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് സംസ്ഥാനത്ത് തന്നെ തൊഴിലെടുക്കാനുള്ള അവസരം സൃഷ്ടിക്കുക എന്ന നയമാണ്. അത് പ്രാവർത്തികമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മേഖലയിലെ വളർച്ചയുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 300-ൽ നിന്ന് 2,900 വർദ്ധിച്ചത്. സ്റ്റാർട്ടപ്പുകൾക്കുള്ള കോർപ്പസ് ഫണ്ട് മുൻ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. 739 കോടി രൂപ ഈ സർക്കാരിൻ്റെ കാലത്ത് കോർപ്പസ് ഫണ്ട് നൽകിക്കഴിഞ്ഞു. 57,000 ചതുരശ്രടിയായിരുന്ന പശ്ചാത്തല സൗകര്യം 4 ലക്ഷം
ചതുരശ്ര അടിയായി ഉയർന്നു. ഇക്കാലയളവിൽ 30,000-ത്തിലധികം അഭ്യസ്ത വിദ്യർക്ക് സ്റ്റാർട്ടപ്പുകൾ നേരിട്ട് തൊഴിൽ നൽകി. IT മേഖലയെടുത്താൽ സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ കഴിഞ്ഞു. 52,44,000 സ്ക്വയർ ഫീറ്റിൽ തൊഴിലിടം സൃഷ്ടിക്കാൻ ഇതിനകം സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 35,50,000 സ്ക്വയർ ഫീറ്റ് തൊഴിലിടത്തിൻ്റെ പ്രവൃത്തി നടന്നു വരികയാണ്. അന്തർദേശീയ കമ്പനികളെ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ നാടിന് വലിയ നേട്ടമായി മാറുകയാണ്. ടെക്നോസിറ്റിയുടെ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നത് നേരത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ 1,500 കോടിയോളം രൂപ മുതൽ മുടക്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൻ്റെ പുതുതലമുറ വ്യവസായങ്ങൾക്കുള്ള ധാരണാപത്രം ഒപ്പിടുന്നതിന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം അനുമതി നൽകിക്കഴിഞ്ഞു. അപ്പോൾ ആ മേഖലയിൽ തന്നെ വലിയ മാറ്റമാണ് ഇതുണ്ടാക്കുക. ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ നിലയെടുത്താൽ അതിലൊക്കെ വന്നിട്ടുള്ള മാറ്റം, മുന്നേറ്റം എത്ര വലുതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 10,177 ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ. ഇപ്പോഴോ പുതുതായി 30,176 തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഈ മേഖലയിൽ 82,000 തൊഴിലവസരങ്ങളായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ 1.5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സർക്കാർ ഈ ഘട്ടത്തിൽ സൃഷ്ടിച്ചു. ഇതിനു പുറമെ 2020 സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 9 വരെയുള്ള കാലയളവിൽ ഒരു 100 ദിന പരിപാടി പ്രഖ്യാപിച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് 50,000 തൊഴിലവസരങ്ങളായിരുന്നു സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ സൃഷ്ടിച്ചതോ 1,16,440 തൊഴിലവസരങ്ങൾ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ട ആകെ തൊഴിലവസരങ്ങളുടെ കണക്കല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്, അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തൊഴിലവസരം സൃഷ്ടിക്കാനും തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഈ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ മെച്ചപ്പെട്ടതാണ് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. PSC നിയമനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജേഷിൻ്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി തന്നെ നല്ല വ്യക്തതയോടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതാണ് പൊതുവെ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് വരുന്നു പറഞ്ഞപ്പോൾ തന്നെ ആദ്യം മുതലുള്ള ഉയർന്ന വിഷയങ്ങൾ തികഞ്ഞ വർഗീയ പ്രചരണങ്ങളാണ്. അത് ഏത് മുന്നണിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന വർഗീയതയോ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മറ്റു വിഷയങ്ങളൊന്നും ഉയർന്നു വരുന്നുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമല വീണ്ടും ചർച്ചാ വിഷയമായി വരികയാണ്. കോൺഗ്രസ് അത് സർക്കാർ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എങ്ങനെയാണ് ഇത്തരം വർഗീയ പ്രചരണങ്ങളെ എല്ലാ പാർട്ടികളുടെയും അങ്ങ് കാണുന്നത്? ഇത് ആശാസ്യമാണ്. വർഗീയ പ്രചരണങ്ങൾ എല്ലാവരും നടത്തുന്നു എന്ന് പറയുന്നതിനോട് യോജിക്കാനാവില്ല. വർഗീയ പ്രചരണം സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ നടത്താറുള്ളത് വർഗീയ ശക്തികളാണ്. അത് വർഗീയ ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും വർഗീയതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കാണൂ. അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ നേരിടാൻ നമ്മുടെ മതനിരപേക്ഷ ശക്തികൾക്ക് സാധിക്കണം.
മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിനുതകുന്ന സമീപനമായിരിക്കണം സ്വീകരിക്കുന്നത്. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. മതനിരപേക്ഷതയുടെ ഉരക്കല്ലെന്താ? അത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കലാണ്, വർഗീയതയുമായി സമരസപ്പെടാതിരിക്കലാണ്. ആ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ നാടിനാകെ ബോധ്യമുള്ള കാര്യമാണ് വർഗീയതയോട് തുടർച്ചയായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന്. അത്തരമൊരു നിലപാട് നിർഭാഗ്യവശാൽ UDF-നില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ നാം അത് കണ്ടതാണ്. അപ്പോൾ 4 സീറ്റിനും ചില്ലറ വോട്ടിനും വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുകയും വർഗീയതയുമായി സമരസപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് ഗുണകരമായതല്ല. ഞങ്ങളാ കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ്. നാം കാണേണ്ട ഒരു വസ്തുത, കേരളത്തിലെ ബഹുജനങ്ങൾ, അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും, ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ബഹുജനങ്ങളിൽ മഹാഭൂരിഭാഗം മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്, മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഇവിടെ പുലരണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഞങ്ങൾ അതിൻ്റെ കൂടെയാണ്. അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ഈ ജനവിഭാഗത്തിന് നല്ല തിരിച്ചറിവുമുണ്ട്. അപ്പോൾ തെറ്റായ മാർഗങ്ങളിലൂടെ താൽക്കാലിക ലാഭമുണ്ടാക്കാൻ വർഗീയതയുമായി സമരസപ്പെടലോ നീക്കുപോക്കോ ഉണ്ടാക്കുന്നവർ അവർക്ക് സ്വയം ഹാനികരമായി കാര്യങ്ങൾ മാറ്റുന്നു എന്നുള്ളത് മാത്രമല്ല, നാടിന് തന്നെ ഹാനികരമായ നിലയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഓർത്താൽ നല്ലത്. CM അങ്ങ് സൂചിപ്പിച്ചത് കോവിഡ് രോഗവ്യാപനത്തിനെതിരെ കടുത്ത ജാഗ്രത വേണമെന്നാണ് അങ്ങ് സൂചിപ്പിച്ചത്. പക്ഷെ മന്ത്രിമാരുടെ അദാലത്തുകളിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾക്ക് അവിടെ യാതൊരു തരത്തിലുമുള്ള കോവിഡ് പ്രോട്ടോകോൾ പാലിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ആരോഗ്യമന്ത്രി പങ്കെടുത്ത കണ്ണൂരിലെ അദാലത്തിൽ പോലും പാലിക്കപ്പെട്ടില്ല എന്ന് പറയുന്നു. ഇത് ചോദിച്ചപ്പോൾ ഇന്നലെ സഖാവ് വിജയരാഘവൻ പറഞ്ഞത് ഇത് മന്ത്രിമാർക്ക് മുന്നിലെത്തുന്നവർ മാസ്ക് ധരിക്കുന്നുണ്ട് എന്ന ഉറപ്പ് വരുത്തുന്നു എന്നാണ്. ഒപ്പം സെക്രട്ടേറിയറ്റിലെ ക്യാൻറ്റീൻ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നതുപോലും വലിയ തോതിൽ രോഗവ്യാപനത്തിന് കാരണമായി എന്നും ആക്ഷേപമുണ്ട്. ഇവിടെ നമ്മൾ പൊതുപരിപാടികൾ നടത്തുമ്പോൾ നല്ല ജാഗ്രത വേണം എന്നുള്ളത് എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ്. ചില പ്രതീകങ്ങൾ നമ്മൾ കാണണമല്ലോ. ഇപ്പോൾ മന്ത്രിമാർ ഇരുന്ന് ഈ പരാതികൾ കേൾക്കുന്നു, ആളുകൾ നല്ല രീതിയിൽ വന്ന് പരാതി പറയുന്നു, മേശയുടെ അപ്പുറവും ഇപ്പുറമാണ് ഇരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അവർ കടലാസ് കൊടുക്കുന്നു, അത് വാങ്ങുന്നു, അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാവുമല്ലോ. അതിനകത്ത് സാധാരണഗതിയിലുള്ള ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. ആളുകൾ കൂട്ടമായി വന്നിരിക്കുന്നത് എങ്ങനെയാണ്? കസേരകളിലാണ്, അവിടെ വിട്ടുവിട്ടിരിക്കുകയാണ്. നിങ്ങൾ അകലെ നിന്നെടുക്കുന്ന ഫോട്ടോവിൻ്റെ ഭാഗമായി ഇതിനെ ആകെ ഒരു ആൾക്കൂട്ടമായി വേണമെങ്കിൽ കാണിക്കാം, ഈ ആളുകളെല്ലാം പങ്കെടുക്കുകയാണല്ലോ. പക്ഷേ അവരങ്ങനെ ആൾക്കൂട്ടമായിട്ടല്ല, ഓരോരുത്തരായിട്ട് ഇരിക്കുകയാണ്, കസേര ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കുകയാണ്. അവരുടെ ഊഴം വരുമ്പോൾ വരികയാണ്, ഈ മന്ത്രിയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന ഘട്ടത്തിൽ അതിൽ ചിലപ്പോൾ ചിലർ ഈ പറഞ്ഞ രോഗവാഹകരായിരിക്കാം, അതിൻ്റെ ഭാഗമായി രോഗം ബാധിക്കുന്ന നില വന്നിട്ടുണ്ടാകാം. അത് നമ്മൾ എങ്ങനെ പരിഹരിക്കാനാകുമെന്ന് ജാഗ്രതയോടെ നോക്കേണ്ടതാണ്. കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിക്കുന്ന നടപടി അവിടെയൊന്നും ഉണ്ടായിട്ടില്ല, ആരോഗ്യമന്ത്രി പങ്കെടുത്തതിലും ഉണ്ടായിട്ടില്ല. ആരോഗ്യമന്ത്രിയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ ഒരു ശ്രമം നടന്നു എന്നുള്ളത് മാത്രമേ ആ പ്രചരണത്തിന് പിന്നിലുള്ളൂ. എന്നാൽ നിങ്ങളെല്ലാം കണ്ടൊരു യാഥാർത്ഥ്യമില്ലേ, അത് നമ്മളിപ്പോൾ പ്രചരണ ജാഥ നടക്കുന്നു. പ്രചരണ ജാഥ നടത്തേണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ? സാധാരണ നിലക്ക് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ജാഥ നടത്തുക എന്താണ് വേണ്ടത്. അപ്പോൾ
നമ്മൾ കണ്ടതെന്താ? ഈ ആളെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുക. ആരെയാ പൊക്കിയത്? ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെയല്ലേ പൊക്കുന്നത് കണ്ടത്? അവസാന ഫലത്തിൻ്റെ പ്രതീകമായിട്ട് വന്നതാണോ അത് നിനക്കറിയില്ല. പക്ഷെ ഇതല്ലേ കണ്ടത്? എൻ്റെ സമ്മതമില്ലാതെ എന്നെ പൊക്കുമോ? അത് നൽകുന്ന സന്ദേശം എന്താണ്? ആ കാര്യത്തെക്കുറിച്ച് എന്തേ നമുക്ക് മൗനം വരുന്നത്? ഇവിടെ ഒരു മന്ത്രിയെയും പൊക്കിക്കൊണ്ടുപോയില്ലല്ലോ. ഒരു മന്ത്രിയും കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിക്കുന്നതിന് നേതൃത്വം കൊടുത്തില്ലല്ലോ. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മളെല്ലാവരും പോവുകയല്ലേ വേണ്ടത്. ഞാനിതൊരു കുറ്റപ്പെടുത്തി പറയുകയാണെന്ന് കാണണ്ട. എത്രമാത്രം അവധാനതയില്ലാതെയാണ് നമ്മൾ കാര്യങ്ങൾ നീക്കുന്നതെന്നാണ് നോക്കേണ്ടത്. ഇവിടെ തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടം. തെറ്റായ സന്ദേശം നമ്മൾ നൽകാൻ പാടുണ്ടോ? ഇതൊരിടത്താണോ? പലയിടത്ത് ആവർത്തിച്ചില്ലേ? അപ്പോൾ സാധാരണഗതിയിൽ ഈ ഘട്ടത്തിൽ നാം പാലിക്കേണ്ട ജാഗ്രത പാലിച്ചു പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് നമ്മളെല്ലാവരും പാലിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത്. മന്ത്രിമാരുടെ കാര്യം പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ഈ കൊല്ലത്ത് നടന്ന അദാലത്തിൽ മന്ത്രി കടകംപള്ളി, മന്ത്രി കെ രാജു, മെഴ്സിക്കുട്ടി എന്നിവർ പങ്കെടുത്തിരുന്നു. ഇന്നലെ രാവിലെയാണ് കടകംപള്ളിക്ക് പോസിറ്റീവ് ആകുന്നത്. ഇപ്പോൾ ക്വാറന്റീൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് CM പറയുകയുണ്ടായി. ഇന്നലെ രാവിലെ കടകംപള്ളിക്ക് പോസിറ്റീവായിട്ടും മന്ത്രി കെ രാജു ക്വാറന്റീനിൽ പോയില്ല. അദ്ദേഹം ഇന്നലെ വൈകിട്ടും കാട്ടാക്കടയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇന്ന് മന്ത്രി കെ രാജുവിന് പോസിറ്റീവ് ആകുന്നു. അപ്പോൾ ഈ മന്ത്രിമാർ ക്വാറന്റീൻ പാലിക്കുന്നുണ്ടെന്ന് CM പറഞ്ഞത് എത്രത്തോളം ശരിയാണ്? അല്ല, അതിൽ ഉണ്ടായൊരു കാര്യം, ഇത്തരമൊരു കാര്യത്തിൽ രാജു നല്ല മുൻകൈ തന്നെയാണ് എടുത്തത്. ഇവരെല്ലാവരും കൂടി ഒരു മുറിയിലുണ്ടായിരുന്നു ചെറിയ സമയം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളിനിയൊരു പരിപാടി നടത്തുന്നത്, അന്ന് പരിപാടി നടത്തുന്നത് കുറച്ച് വിഷമാവുമല്ലോ എന്ന് രാജു തന്നെയാണ് എന്നെ വിളിച്ച് പറയുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആ പരിപാടി നടത്താതിരിക്കുന്നതിന് മുൻകൈ എടുക്കുകയാണ് ചെയ്തത്. മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ആലോചിക്കാം, അദ്ദേഹത്തോട് അന്വേഷിക്കാം. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ അതിന് ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി എന്നെ വിളിച്ചു പറയുന്ന നിലപാടായിരുന്നു എടുത്തത്. UDF വർഗീയ കക്ഷികളുമായി സമരസപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ CPM ലീഗിനെ വർഗീയ കക്ഷിയെ കണക്കാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രചാരണം, അതും ഒരു തരത്തിലുള്ള സാമുദായിക പ്രീണനമാണെന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത്. ഒന്ന്. രണ്ടാമത്, ശബരിമലയിൽ ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് തുടർച്ചയായി UDF നേതാക്കൾ ചോദിക്കുകയാണ്. ഈ റിവ്യൂ ഹർജി വേഗത്തിലാക്കാൻ ഇടപെടുമോ? യുവതീ പ്രവേശന വിധിയെ അനുകൂലിക്കുന്ന പഴയ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നിയമം നിർമ്മിക്കുന്നില്ല എന്നൊക്കെയാണ് ചോദ്യം. ഇവിടെ ഈ ലീഗിനെ വിമർശിക്കുന്നത് ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്കാണ്. ആ ലീഗിനെ വിമർശിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു വർഗീയമാകുമെന്ന് കാണേണ്ടതായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയ പാർട്ടി വിമർശിക്കും, രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളെ വിമർശിക്കും. ഇവിടെ എന്തിനെയാണ് വിമർശിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ ലീഗാണ് നേതൃത്വപരമായ പങ്കെടുത്തത്. അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയോട് സ്വീകരിച്ചു വരുന്ന സമീപനമുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നാണ്. അതിൻ്റെ ഭാഗമായി ഇത്തരം ഒരു ശക്തിയെ കൂട്ടി, പിന്നെ അവർ തന്നെ അതിൽ തിരുത്തി. അവരെ കൂട്ടിയത് ശരിയായില്ല എന്ന് പിന്നെ ചിലർ പറയുന്നവരുണ്ടായി. പിന്നെ ചിലരല്ല, കൂട്ടുന്നത് ശരിയാണെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം അത് വലിയ കോലാഹലമായിട്ട് മാറി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ലീഗ് വീണ്ടും അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിപ്പോകുന്നു. സ്വാഭാവികമായി അതിനെതിരെ വിമർശനം ഉണ്ടാകും. ലീഗിനെ ആ കാര്യത്തിൽ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്നുള്ള നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ അതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് വർഗീയമായി ആക്രമിക്കുകയാണ് എന്ന് കാണേണ്ടതായിട്ടില്ല. ലീഗിനെ വിമർശിച്ചാൽ അതിൻ്റെ പിന്നിൽ എന്താ വർഗീയത? അപ്പോൾ തെറ്റായ കാര്യങ്ങളെ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തെറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്ന നിലപാട് മാത്രമേ അതിൽ കാണേണ്ടതായിട്ടുള്ളൂ. ശബരിമലയുടെ കാര്യം നമ്മൾ കാണേണ്ടത്, നേരത്തെ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി പിന്നീട് സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം ശബരിമലയിൽ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. തുടർച്ചയായ വർഷങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, സാധാരണഗതിയിൽ ഉത്സവം നടക്കുകയാണ്.
ആ റിവ്യൂവിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ നിലപാട് വരുന്നപ്പോൾ മാത്രമേ ഇനി എന്ത് വേണം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ക്രമത്തിൽ നടക്കുകയല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? അതിന് ശേഷം ഏതെങ്കിലും പ്രശ്നം ഉണ്ടായോ? സുപ്രീം കോടതി റിവ്യൂ ആരംഭിച്ചതിന് ശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായി വന്നോ? നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് നമ്മുടെ UDFൻ്റെ ചില ആളുകൾക്ക് ശബരിമല എടുത്താൽ നല്ലോണം വോട്ട് കിട്ടും എന്നൊരു തോന്നൽ വരുന്നത്. അതിനു വേണ്ടി ഒരു പ്രചരണമായിട്ട് പുറപ്പെടുകയാണ്. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ റോൾ ഇനി എപ്പോഴാണ് വരുന്നത്? ഞങ്ങളുടെ റോൾ വരുന്നത് ഈ കോടതിയുടെ വിധി വരുന്ന ഘട്ടത്തിൽ, ആ കേസ് വരുന്ന ഘട്ടത്തിൽ അതിൽ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. വിധി വന്നു കഴിഞ്ഞാൽ ആ വിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുവിൽ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൊരു നിലപാടെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഗവൺമെൻറ് ചെയ്യുക, സാധാരണ നിലക്ക് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് എന്തൊരു സമീപനമാണോ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക ആ സമീപനമായിരിക്കും. ആ ഘട്ടത്തിലേ ഞങ്ങളെന്തെങ്കിലും നിലപാടെടുക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരായുധമാക്കി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോകേണ്ട കാര്യമില്ല. ഇപ്പം എല്ലാവരും ആലോചിച്ച ശേഷം ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തുമെന്നങ്ങ് പറഞ്ഞു. ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അത് തന്നെയാണ് ആവർത്തിച്ചത്. എല്ലാവരുമായി കൂടിയാലോചിച്ചൊരു തീരുമാനമെടുക്കുമെന്ന്. എന്തുകൊണ്ട് നേരത്തെ ഈ വിധി വന്നപ്പോൾ എല്ലാവരുമായി കൂടിയാലോചിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. എല്ലാവരുമായി കൂടിയാലോചിക്കുന്നത് ഇപ്പോഴല്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു പ്രശ്നവും അവിടെ ഇല്ല. ആ പ്രശ്നമില്ലാത്തിടത്ത് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ പ്രചരണം അഴിച്ചുവിടുകയാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ ഇതാ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്ത് പ്രശ്നമുള്ളത്? ഇവിടെ ഉത്സവങ്ങൾ നടന്നല്ലോ, ഒരു വർഷമല്ലല്ലോ, തുറന്നുള്ള വർഷങ്ങൾ നടന്നല്ലോ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ നിലയിലേ ഇന്ന് ശബരിമലയിലുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയുടെ റിവ്യൂവിൻ്റെ ഭാഗമായി ഏതെങ്കിലും വിധി വരുന്നുണ്ടെങ്കിൽ ആ വിധി നമുക്ക് പൊതുവായി ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നെങ്കിൽ അന്ന് നാം ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഇത് നേരത്തെ വിധി വന്നപ്പോൾ എന്തുകൊണ്ട് ഇത് മറ്റു സംഘടനകളുമായി, ഹൈന്ദവ സംഘടനകളുമായൊന്നും ഇത് ചർച്ച ചെയ്യാതെ സർക്കാർ ഒരു തീരുമാനത്തിലെത്തി എന്നുള്ളതാണ്. ഇപ്പം ആരുമായിട്ട് ചർച്ച ചെയ്യുന്നല്ല പറഞ്ഞത്, ആരുമായി ചർച്ച ചെയ്യുന്നല്ല, സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അന്ന് വരേണ്ട കാര്യമാണ്, ഇപ്പോഴേ എഴുതി വെക്കേണ്ട കാര്യമല്ല. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി ഒരു നിയമനിർമ്മാണം നടത്തും എന്നുള്ളതാണ് UDFന്റെ വാഗ്ദാനം. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ LDFന്റെ നിലപാട് എന്താണ് എന്നും അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുടെ ഒരു കഴഞ്ചുണ്ടെങ്കിൽ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉടനെ നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞ് പുറപ്പെട്ടവരുണ്ടായിരുന്നില്ലേ? എവിടെയെത്തി നിയമം? എന്തേ നിയമം കൊണ്ടുവരാതിരുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാദങ്ങൾ മാത്രമാണ്. യഥാർത്ഥ വസ്തുത അതൊന്നുമല്ല. ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ കഴിയുമെന്നാണ്. പക്ഷെ അത് യേശുന്നില്ല. ഇത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു നടന്നത്? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഇതേ കാര്യം നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ശബരിമലയും അതിൻ്റെ വിഷയവും വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ നോക്കിയല്ലോ. അത് നാട്ടുകാർ സ്വീകരിച്ചോ? പക്ഷേ അനുഭവത്തിൽ നിന്ന് പഠിക്കാത്ത ഒരു കൂട്ടരായതുകൊണ്ട് അവർ ആ വഴിക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. അതാണ് സംഭവിക്കുന്നത്. നിലവിൽ കേസില്ലെന്ന് പറയുമ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയുള്ള റിവ്യൂ ഹർജിയിൽ സർക്കാർ ഒരു നിലപാട് പറയേണ്ട ഒരു ഘട്ടത്തിൽ അപ്പോൾ ഈ പഴയ സ്റ്റാൻഡിനെ പറയുമോ അതോ ഇനിയും മാറ്റുമോ? അങ്ങനെ ചോദ്യമാണ് UDF ആവർത്തിക്കുന്നത്. അവിടെ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഇത് വരുമ്പോൾ ചർച്ച ചെയ്യുന്നെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ റിവിഷൻ ഹർജി പരിഗണനയിലുള്ളപ്പോൾ സർക്കാർ എന്തായാലും കക്ഷിയാവും. അതിൽ സർക്കാർ എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞു. ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തി നിലപാടെടുക്കും. അതിനെപ്പറ്റി ഒരു അവ്യക്തതയുണ്ടാവില്ല, സുവ്യക്തമായ നിലപാടെടുക്കും. ബാക്കി കാര്യങ്ങൾ പിന്നെ നമുക്കെടുക്കാം. ശരി.